ഹലോ. അപ്പോൾ എല്ലാവരും എന്തെടുക്കുക? ഞാൻ എന്നത്തെയും പോലെ നേരത്തെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇച്ചിരി വൈകി എണീറ്റ്. കാരണം ഇന്ന് സൺഡേ അല്ലേ. സൺഡേ എന്ന് വെച്ചാൽ ലേസി ഡേ ആണല്ലോ. അപ്പോൾ ഇച്ചിരി വൈകിയൊക്കെ എണീറ്റ് ഫോണിലൊക്കെ നോക്കി റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് പതുക്കെ എണീറ്റ് വന്നേ. എന്നിട്ട് അടുക്കളയിൽ വന്ന് അപ്പത്തിനെ അരച്ച് വെച്ച് നോക്കി, അത് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോഴെനിക്ക് ഓർമ്മ വന്നേ പഴം പുഴുങ്ങാൻ വേണ്ടി വെക്കണമെന്ന്. അപ്പോൾ വേഗം അതിൻ്റെ തലയും മൂടൊക്കെ കളഞ്ഞ് അതും വേഗം പുഴുങ്ങാൻ വേണ്ടി വെച്ചു. അപ്പോൾ അത് വെന്ത് വരുന്ന ഗ്യാപ്പിൽ സ്റ്റൂവിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചാൽ വേഗം തന്നെ അതും അടുപ്പത്ത് വെക്കാമല്ലോ. അപ്പം ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും തിരിച്ചു വന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിയാൻ വേണ്ടി നിന്നു. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സബോളയും പച്ചമുളകും മാത്രമുള്ളൂ, ഒരുപാട് കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അതുമൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസൊന്നും ഓഫാക്കിയില്ല, അതേ അടുപ്പിൽ തന്നെ കുക്കർ വെച്ചു. കുക്കറിലാണ് വേവിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ഒരുപാട് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്റ്റൂ ആണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതും വേഗം അടുപ്പത്ത് വെച്ചപ്പോഴേക്കും മോൻ എണീറ്റ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല, അവനിങ്ങനെ തട്ടി തട്ടി നിൽക്കുന്നു വിചാരിച്ചു. പിന്നെ എന്തോ അവൻ ഇച്ചിരി നേരം എൻ്റെ മടിയിലിരുന്നിട്ട് ആ സെറ്റിൽ കിടന്ന് അങ്ങ് ഉറങ്ങി. അപ്പോൾ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ഇച്ചിരി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിയ മരാമത്ത് പണികളൊന്നും നടത്താത്തത് കൊണ്ട് അധികം ഒന്നും ഉണ്ടായില്ല. ഉണ്ടായിരുന്ന ഇച്ചിരി പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചു. എന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് തിണ്ണയിലേക്ക് ഇറങ്ങി. കാരണം ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇറങ്ങലില്ലല്ലോ സ്ഥിരം. അപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം അവിടേക്ക് ഒന്ന് നിന്ന് നമ്മുടെ ബൊഗേൻവില്ലയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെട്ടി നട്ട കമ്പാണ്, അതാണ് ആദ്യം പൂത്തേക്കണത്. പിന്നെ നമ്മുടെ ഇലകളിൽ മഴത്തുള്ളികൾ സൂര്യപ്രകാശത്തിൽ അതൊക്കെ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചിട്ടും എനിക്ക് മതിയായില്ല. ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങ് ആസ്വദിക്കാൻ തുടങ്ങി. കാരണം ഒന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സമയമുണ്ടല്ലോ നമുക്ക്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ആസ്വദിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ മിറ്റടിക്കാൻ പോയി. അപ്പോൾ അവൻ ഉറങ്ങുവാണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അല്ലേ ഇത് തീർക്കണ്ടേന്ന് ഓർത്ത് ഞാൻ പിന്നെ വേഗം മിറ്റടിച്ചു. അപ്പോഴേക്കും പപ്പ വന്നപ്പോൾ ഞാൻ വേഗം അപ്പം ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ള അപ്പം ഞാൻ വേഗം ഉണ്ടാക്കി. പിന്നെ ഇന്ന് ചേട്ടായി പറമ്പിൽ പോയിട്ട് ഇച്ചിരി വൈകിയേ വന്നേ. കാരണം എന്നിട്ടാണ് കടയിൽ പോകണ്ടല്ലോ. അപ്പോൾ വൈകി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ചേട്ടായും കൂടിയിട്ട് വേഗം ചായ കുടിച്ചു. അപ്പോൾ പപ്പ അവനെയും കൊണ്ട് ഒരു വഴിക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.